എന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടലും കാര്യങ്ങളൊന്നും ഇല്ല, ഡിസ്പ്ലേ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതുപോലത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പം ചിലപ്പോൾ ഒരു പെർസെൻറ്റേജോ 2% അത് വർക്ക് ആവുന്നെങ്കിൽ നമുക്കെന്തായാലും അവർ സർവീസ് ചാർജ് തരും. ഒരു ചെറിയ സർവീസ് ചാർജ് തരും. അപ്പോൾ അത് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കൊരു നമ്മൾ ചെയ്യുന്ന ഒരു ഉപകാരം എന്നൊന്നും പറയരുത് ഇതിനെ. ഒരു ചെറിയൊരു ഹെൽപ്പ്, ഒരു വലിയ ചിലവ്, പൈസ ഇല്ലാത്ത ഒരാൾ വലിയ ചിലവിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരു ചെറിയ ഇതിൽ ഒതുങ്ങിയെന്ന് പറയുമ്പോൾ അവരോടൊരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്കൊരു വലിയ സംഭവം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ, ഇല്ല മോനെ എങ്ങനെയെങ്കിലും ഒന്ന് അത് ഓണായി കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു, ഇപ്പോഴത്തെ സാഹചര്യം ശരിയല്ല, പൈസ ഒന്നും ഇല്ല മോനെ, വർക്കില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാം. അതുപോലെ എൻ്റെ കയ്യിൽ പഴയ ഡിസ്പ്ലേ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ചെറിയ പൊട്ടലുള്ള ഡിസ്പ്ലേ ഉണ്ടാവില്ല, ചിലരൊക്കെ മാറും, അതൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് എടുത്തിട്ട് കൊടുക്കാറുണ്ട്. ചിലരുടെ അടുത്ത് ഞാൻ അത് ചെയ്ത് കൊടുക്കും. എനിക്ക് ചെയ്യുന്നതിൻ്റെ സർവീസ് ചാർജ് തരണേ എന്ന് പറയും, ഡിസ്പ്ലേയുടെ പൈസ വേണ്ട, ചെയ്യുമ്പോൾ ഉള്ള സർവീസ് ചാർജ് എന്താണെന്ന് വെച്ചാൽ തരണേന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ വലിയ രീതിയിൽ ചെയ്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റിയിൽ ഞാനും ഇല്ല. എന്നെക്കൊണ്ട് പറ്റുന്ന മാത്രം ചെയ്യാൻ പറ്റും. ദൈവം സഹായിച്ച് നല്ലൊരു സിറ്റുവേഷനിൽ, ഒരു നല്ലൊരു സ്റ്റാൻഡിൽ ഞാൻ വരാൻ നേരത്ത് നമ്മൾ ചെയ്യും കേട്ടോ. ഈ പറഞ്ഞ പോലെ മനസ്സുള്ളവൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നും കാണില്ല, കൊടുക്കാനുള്ള മനസ്സ് ഉള്ളവരുടെ കയ്യിൽ മനസ്സും കാണില്ല എന്ന് പറയുമല്ലോ, അതുപോലെ. അപ്പം എന്തായാലും ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്തായാലും ഞാൻ ചെയ്ത് കൊടുക്കും. അത് നമ്മളിനി ഉള്ളത്തോളം കാലം നമ്മളത് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ സെറ്റ് ചെയ്തു.